ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ എല്ലാവരും കാത്തിരുന്ന ആ പ്രൊമോയിലെ ഭാഗമായിട്ട് പറയാൻ പോണത് അങ്ങനെ നല്ല അടിപൊളി ഭാഗമാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയത് നമ്മുടെ അശ്വിനാണെന്നുണ്ടെങ്കിൽ കൊതുക് തിരിയുടെ ആ സ്മെല്ലടിച്ചിട്ട് അലർജി ആയിട്ട് സംസാരം, അതായത് തൊണ്ടയിൽ അലർജി വന്നിട്ട് സംസാരിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട്, അതായത് സംസാരിക്കുമ്പോൾ കാറ്റ് മാത്രമേ പുറത്തേക്ക് പോകുള്ളൂ, ആ ഒരു അവസ്ഥയായിട്ട് അശ്വിന്. അപ്പോൾ ആ ഒരു ഭാഗമാണ് ഞാൻ ഇന്നലത്തെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുന്നതിന് തൊട്ട് താഴെയുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ഞാൻ പറയാൻ പോണത്. അങ്ങനെ നമ്മുടെ അശ്വിനാണെങ്കിൽ സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ ഓഫീസിലാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗും ഉണ്ട് കേട്ടോ. അങ്ങനെ അശ്വിൻ വീട്ടിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴേക്ക് അശ്വിന് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്നത് ശ്രുതി തന്നെയാണ്. ശ്രുതി എങ്ങനെ സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രുതിക്കൊരു കഴിവുണ്ട്, വേറൊന്നുമല്ല, ലിപ് മൊമെന്റ് നോക്കിയിട്ട് സംസാരിക്കാൻ പറ്റും. അതായത് ഇപ്പം അശ്വിൻ സംസാരിക്കുമ്പോൾ ചുണ്ടനങ്ങോലോ, ആ ചുണ്ടനൊക്കെ നോക്കിയിട്ട് അശ്വിൻ എന്താ പറഞ്ഞെന്നുള്ളത് ശ്രുതിക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ അശ്വിൻ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്ന ശ്രുതിയും കൂടി അശ്വിൻ്റെ കൂടെ ഓഫീസിലേക്ക് പോട്ടെ, കുഞ്ഞിൻ്റെ കൂടെ ഓഫീസിലേക്ക് പോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ ആകാശ് പറയുന്നുണ്ട്, ചേട്ടൻ ഇന്ന് വളരെ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആണ്, രണ്ടുപേര് സെറ്റ് ബ്രദേഴ്സ്, അങ്ങനെ എന്തോ ഒരു രണ്ട് ബ്രദേഴ്സ്, അവരുടെ പേര് കമ്പനിയുടെ പേരാണ്, എന്തോ ഒരു ബ്രദേഴ്സ് എന്നാണ്, രണ്ട് ആൾക്കാർ വരും കേട്ടോ ഇവിടെ കമ്പനിയിൽ ഒരു ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി വരുവാണ്. അങ്ങനെ അശ്വിനും ശ്രുതിയും കൂടി കമ്പനിയിലേക്ക് പോവാണ്. അപ്പോൾ അശ്വിനെ കാണുമ്പോഴേക്കും സ്റ്റാഫുകളൊക്കെ ഗുഡ് മോർണിംഗ് സർ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരാരും അശ്വിനെ തിരിച്ച് അവിടുത്തെ ആർക്കും ഗുഡ് മോർണിംഗ് പറയുന്നില്ല. അപ്പോൾ അവരേക്കും എന്താണ് ഇതെന്തെന്ന് വിചാരിക്കുമ്പോഴേക്കും അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ അശ്വിനെ വേണ്ടി ഗുഡ് മോർണിംഗ് പറയുന്ന ശ്രുതിയാണ് കേട്ടോ ഗുഡ് മോർണിംഗ് എന്ന് പറയും. അപ്പോഴേക്കും അവിടെ നമ്മുടെ അശ്വിൻ്റെ PA വരുന്നുണ്ട്, ഒരു ലേഡി. അശ്വിനോട് പറയുന്നുണ്ട്, സർ ഇന്നാണ് നമ്മുടെ ആ ബ്രദേഴ്സ് വരുന്നത്, ആ ഡീൽ ഉറപ്പിക്കാനായിട്ട് അവർ രണ്ടുപേരും പുറപ്പെട്ടിട്ടുണ്ട് സർ, അവർ രണ്ടുപേരും പുറപ്പെട്ടിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും അശ്വിൻ ഇങ്ങനെ സംസാരിക്കാൻ പോകുമ്പോഴേക്കും വായെന്ന ശബ്ദം വരുന്നില്ല. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഇന്ന് അശ്വിൻ സാറിന് വേണ്ടി സംസാരിക്കുന്നത് ഞാനായിരിക്കും, അശ്വിൻ സാറിൻ്റെ സൗണ്ട് ഇന്നൊരു ദിവസം പണി മുടക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് സംസാരിക്കുന്നത് ഞാനായിരിക്കും, സാർ പറയണത് വേറൊന്നുമല്ല, ആ രണ്ടുപേര് വരുവാണെങ്കിൽ ക്യാബിനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പറയണതെന്ന് പറയും. ഓ ശരി മാഡം എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റാഫ് അവിടെ നിന്ന് പോകുവാണ്. ശേഷം ശ്രുതി അവിടുത്തെ സ്റ്റാഫുകളോട് പറയുന്നുണ്ട്, നോക്ക് നിങ്ങളുടെ സാറിന് ഇന്ന് തൊണ്ടക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എല്ലാവരും അതനുസരിച്ച് പെരുമാറാൻ, എല്ലാവരും അവരവരുടെ വർക്ക് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി എല്ലാ കാര്യങ്ങളും പറയണം. അപ്പോൾ അശ്വിൻ ശ്രുതിനെ നോക്കുമ്പോൾ ശ്രുതി ചോദിക്കണ്ടേ, ഞാൻ പറഞ്ഞതൊക്കെ കറക്റ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, കാരണം എല്ലാം കറക്റ്റാണ് ശ്രുതി പറയണത്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അശ്വിൻ ഒരു ഹാളിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ആ മീറ്റിങ്ങിന് വേണ്ടിയിട്ട്. ശ്രുതിയും അടുത്ത് തന്നെയുണ്ട് കേട്ടോ. അങ്ങനെ രണ്ട് പേരാണ് വരുന്നത്, ബ്ലാക്ക് ഡ്രസ്സും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് അവർ വരുന്നത് കേട്ടോ. രണ്ടുപേരുണ്ട്, തടിമാടന്മാർ പോലത്തെ രണ്ടുപേര്. അപ്പോൾ അവരെ കാണുമ്പോൾ തന്നെ ശ്രുതി ഇങ്ങനെ നോക്കും, ഓ ഇവരാണോ വല്ല ബിസിനസ്സുകാർ, എന്തെങ്കിലും ആവട്ടെ, വരൂ സർ ഇരിക്കു സർ എന്ന് പറഞ്ഞിട്ട് ഇരുത്തുവാണ്. അപ്പോൾ അവർക്കറിയില്ല ഇത് അശ്വിൻ്റെ ഭാര്യയാണെന്നുള്ള കാര്യം, അവരൊരു PA ആണെന്ന രീതിയിൽ ശ്രുതിനെ ഇങ്ങനെ നോക്കുവാണ്. ശേഷം അശ്വിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളിപ്പോൾ വന്നത് എന്താണെന്നറിയാലോ, നമുക്ക് ഒരുപാട് കമ്പനികളുണ്ട്, ബോംബെ, അതുപോലെ തന്നെ ഉത്തർപ്രദേശ്, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. അപ്പം കേരളത്തിൽ ഒരു നിങ്ങളുടെ കമ്പനിയായിട്ട് ഒരു ജോയിൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ആ ഡീല് സംസാരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അശ്വിൻ സർ ഞങ്ങൾക്കൊരു കാര്യം അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറയാണ് ആ വന്നിരിക്കുന്ന ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ ആ രണ്ടുപേരും ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ആ രണ്ടുപേര്, ആ കറുത്ത കോട്ടിട്ട് രണ്ടുപേര് ഇങ്ങനെ പറയാണ്. ആ സമയത്ത് അശ്വിൻ ഇങ്ങനെ വായ കൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് ഞാൻ പറയാം, ഇന്ന് അശ്വിൻ സാറിന് സംസാരിക്കാൻ പറ്റില്ല, അശ്വിൻ സാറിന് വേണ്ടി സംസാരിക്കുന്നത് ഞാനായിരിക്കും, എൻ്റെ പേര് ശ്രുതികുമാരി ലക്ഷ്മിയാണ്, അശ്വിൻ സാറിന്റെ വൈഫാണെന്നൊക്കെ പറയുമ്പോൾ, ഓ മാഡം വൈഫായിരുന്നോ, ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ, മാഡം എന്ന് അശ്വിൻ സാർ എന്താ പറയണതെന്ന് ഒന്ന് പറയാവോ എന്ന് ചോദിക്കുകയാണ്. അശ്വിൻ സാർ ഡീൽ ഉറപ്പിക്കാം, നിങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞോളൂ, പറയാനാണ് പറയുന്നതെന്ന് ശ്രുതി പറയും. അപ്പോൾ വന്നിരിക്കുന്ന രണ്ടുപേര് പറയുന്നുണ്ട്, എനിക്ക് ഈ വർഷം ഞങ്ങൾക്ക് അറിയേണ്ടത്, ഈ വർഷം അശ്വിൻ സാർ ASR കമ്പനി എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്ന് പറയും. ആ സമയത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ അവരെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. എന്താ മാഡം സൂക്ഷിച്ചു നോക്കണത്, അല്ല പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോഴേക്കും ഞാനിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇഡലി, ദോശ, വട, ആ സാധനങ്ങളൊക്കെ കൊടുക്കുക, പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ തക്കാളിയുടെ വില കൂടിക്കൊണ്ടുവരികയാണ്, അപ്പോൾ നമ്മുടെ പ്രോഫിറ്റും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും, ചിലപ്പോൾ തക്കാളിക്ക് വില കുറവായിരിക്കുമല്ലോ, അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കുറയും, ചിലപ്പോൾ തക്കാളിക്ക് വില കൂടുതലായിരിക്കും, അപ്പോൾ പ്രോഫിറ്റ് കൂടും. എന്താ മേഡം നിങ്ങൾ ഈ പറയണത്, ഞങ്ങൾ ബിസിനസ് കാര്യം പറയാൻ വരുമ്പോൾ നിങ്ങൾ തക്കാളി, സാമ്പാർ, പരിപ്പ്, പയറെന്നൊക്കെ പറയണത് എന്താണ്, അല്ല ഞാൻ നടത്തുന്ന ബിസിനസ് തന്നെയാണ്, ഞാൻ പറയുവാണ്, അപ്പോൾ സാമ്പാറിന്റെ വില പക്ഷെ നമുക്ക് കൂട്ടാൻ പറ്റുമോ, ഇല്ലല്ലോ, സാമ്പാർ ഫ്രീ ആയിട്ട് കൊടുക്കാനല്ലേ പറ്റുള്ളൂ, അപ്പോൾ ബിസിനസ് ആകുമ്പോൾ ചിലപ്പോൾ ലാഭനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ അശ്വിൻ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ ശ്രുതിനെ മിണ്ടാതിരിക്കുന്ന കാണിക്കുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, എന്തുകൊണ്ടും മിണ്ടാതിരിക്കണം, ഞാൻ പറയും, നിങ്ങൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി അശ്വിൻ സാർ ഞങ്ങൾക്ക് ഈ ഡീലിൽ താല്പര്യമില്ല എന്ന് പറയാണ്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അത് അങ്ങനെ പറയല്ലേ, ഞാൻ പറഞ്ഞോട്ടെ, സാമ്പാറിന്റെ വില വേണ്ട, ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോകാൻ പോകുമ്പോഴേക്കും ആകാശ് വരുന്നുണ്ട്. എന്താ ശ്രുതി നീ കാണിച്ചത്, അവർ എത്ര വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ക്ലയൻസ് ആണെന്ന്
അറിയാവോ, അവർ ഈ ബിസിനസ് ഡീൽ ഒപ്പുവെക്കാമെങ്കിൽ ഞങ്ങളുടെ കമ്പനി അങ്ങോട്ട് മുകളിലേക്ക് പോകും, കോടികളുടെ ബിസിനസ്സാണ് ഉണ്ടാവാൻ പോണത് എന്ന് പറയും. ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട് ആകാശിനോട്, ഇങ്ങനെ ആക്ഷൻ വഴി ഇങ്ങനെ പറയുമ്പോൾ ആകാശിനെ മനസ്സിലാവില്ല. എന്താ ഏട്ടാ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയണ്ട, അത് വേറൊന്നും അല്ല, ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെന്നാ അശ്വിൻ സാറ് പറയണത്. അങ്ങനെയാണോ ഏട്ടൻ പറഞ്ഞെന്ന് പറയുമ്പോൾ ശ്രുതിനെ സൂക്ഷിച്ച് നോക്കുവാണ്ട് നമ്മുടെ അശ്വിൻ. ഏട്ടാ ആകാശിനോട് പറയണ്ട്, പോയി അവരെ പറഞ്ഞ് നിർത്ത്, സമാധാനിപ്പിക്കെന്ന് പറഞ്ഞിട്ട് ആകാശിനെ അവിടെ പറഞ്ഞു വിടുവാണ്. ആകാശ് ആ രണ്ടുപേരുടെ ബിസിനസ് ഡീൽ നടത്താൻ വന്ന രണ്ടുപേരുടെ അടുത്തേക്ക് പോവാണ്. സാർ ഇങ്ങനെ പിണങ്ങി പോവല്ലേ, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി, ഒരു അവസരം കൂടി തരണം, ഞങ്ങൾ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ പറയാം, അതിനുശേഷം ഒപ്പിട്ട് തരാം, ചെക്ക് ഒപ്പിട്ട് തരാമെന്ന് പറയാണ്. ആഹാ, ചെക്ക് അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ഒപ്പിട്ട് തരുമോ എന്ന് അവർ ചോദിക്കുമ്പോൾ, ആ ബിസിനസ് ഡീൽ ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ബ്ലാങ്ക് ചെക്ക് ഒപ്പിടാലോ സർ എന്നൊക്കെ പറയണം. ഓക്കെ എങ്കിൽ ഞങ്ങൾക്ക് തുടരാൻ സമ്മതമാണ് എന്ന് പറയണം. അപ്പോഴേക്കും അവിടെയൊക്കെ പോലീസുകാർ വരുവാട്ടോ. ഇവിടെ എന്താ പോലീസുകാർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അശ്വിനി ഇങ്ങനെ നോക്കുമ്പോഴേക്കും ആ പോലീസുകാർ പറയുന്നുണ്ട്, അശ്വിൻ സാർ ക്ഷമിക്കണം, ഈ രണ്ടുപേര് ഫ്രോഡുകളാണ്. ഓരോരോ സ്ഥലത്ത് പോയിട്ട് ഓരോരോ ബിസിനസ് സ്ഥാപനങ്ങളിൽ പോയിട്ട് ഞങ്ങൾ നിങ്ങളുടെ സ്ഥാപനം എടുക്കാം, ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ചെക്കും പണമൊക്കെ വാങ്ങിച്ചിട്ട് മുങ്ങലാണ് ഇവരുടെ പരിപാടി, ഇവർ ബിസിനസ് തട്ടിപ്പുകാരാണ് സർ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ അശ്വിൻ ഞെട്ടിപ്പോകുവാട്ടോ. അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോകുമ്പോഴേക്കും വേഗം തന്നെ പോലീസുകാർ കയറി പിടിക്കുകയാണ് അവരെ, രണ്ട് കള്ളന്മാരെയും. എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളല്ലേ ശ്രുതികുമാരി ലക്ഷ്മി, അശ്വിൻ സാറിന്റെ വൈഫ്? ആ അതെ അതെ എന്ന് ശ്രുതി പറയാണ്. അപ്പൊ പോലീസുകാരൻ പറയുന്നുണ്ട്, കേട്ടോ അശ്വിൻ സാർ, ഇവര് ഭയങ്കര ബുദ്ധിമതിയാട്ടോ, സാറിന്റെ വൈഫാ പറഞ്ഞ ഇവർ രണ്ട് ഫ്രോഡുകൾ വന്നിട്ടുണ്ടെന്ന്, അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോൾ ശരി മാഡം, ഞങ്ങൾ ഇവരെ കൊണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ രണ്ട് ഫ്രോഡുകളെയും കൂട്ടിക്കൊണ്ട് പോലീസുകാർ പോകുവാട്ടോ. അപ്പൊ ആകാശ് ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത്, ഞങ്ങളുടെ കമ്പനി തന്നെ രക്ഷിച്ചു, നമ്മുടെ കമ്പനി നീ രക്ഷിക്കാൻ കാരണം ശ്രുതിയാണ് അല്ലേ ഏട്ടാ എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ ഒന്നും മിണ്ടാതെ അപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുവാണ്. ശ്രുതിയുടെ അടുത്ത് ആകാശ് ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെ മനസ്സിലായി ശ്രുതി അവർ ഫ്രോഡാണെന്ന്? എനിക്ക് പോലും മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് മനസ്സിലാക്കാൻ ഒന്നുമില്ല ആകാശേട്ടാ, അവർ വന്നപ്പോൾ തൊട്ട് ഞാൻ അവരെ ഒരു മാതിരിയായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, അവർ കൂളിംഗ് ഗ്ലാസ് വെച്ചത് കണ്ടില്ലേ, അവർക്ക് കണ്ണി നോക്കി സംസാരിക്കാൻ മടിയാണ്, അതാണ് അവർ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത്. അപ്പൊ തന്നെ എനിക്ക് സംശയം തോന്നി, ഞാൻ പുറത്തുനിന്ന് അകത്തേക്ക് കയറുന്ന സമയത്ത് ഇവർ രണ്ടുപേരും പുറത്തു വെച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അശ്വിൻ സാറിന്റെ കയ്യിൽ നിന്ന് ചെക്ക് ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് ഇവിടുന്ന് കടന്ന് കളയാ അവർ സംസാരിക്കുന്നത് കേട്ടായിരുന്നു ഞാൻ, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ അവരുടെ സംസാരം കൂടി ആയപ്പോഴേക്കും എനിക്ക് ഉറപ്പിച്ചു അവർ ഫ്രോഡുകളാണെന്ന്. ഞാൻ പോലീസിന് വിവരം അറിയിച്ചു, പോലീസുകാർ വന്നവരെ ഞാൻ ഒരേ കഥകളൊക്കെ പറഞ്ഞ് അവരെ പിടിച്ചു നിർത്താൻ നോക്കിയെന്നല്ലേ ഉള്ളൂ. ശ്രുതിയുടെ ബുദ്ധി അപാരം തന്നെ അല്ലേ ഏട്ടാ? അതേന്ന് അശ്വിൻ പതിക്കത്താല ഇങ്ങനെ കുലിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ അശ്വിൻ അവിടെ നിന്ന് പോകുകട്ടോ, ശ്രുതിയും തൊട്ട് പിന്നാലെ പോകുന്നുണ്ട്. ആകാശിന് ഭയങ്കര സന്തോഷമാവാണ്, കാരണം ശ്രുതി വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്, വലിയൊരു തട്ടിപ്പ് ഇതിൽ നിന്ന് അവരുടെ കമ്പനി രക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് ആകാശ് പറയും കേട്ടോ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പൊ ഇതാണ് പോലീസുകാർ വരുമ്പോൾ ആ ഒരു കോമഡി സീൻ എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞത്, അത് ഈ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഭാഗം കാണാൻ സാധിക്കുന്നത് ബുധനാഴ്ച വ്യാഴാഴ്ച, അത് ആ ദിവസങ്ങളിലായിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ തിങ്കളും ചൊവ്വയും ഈ ഹണിമൂൺ ട്രിപ്പും കാര്യങ്ങളും ആ പാട്ടും ഡാൻസൊക്കെയാണ്. ബുധനാഴ്ചയാണ് അശ്വിന്റെ സൗണ്ട് നഷ്ടപ്പെടുന്നത്. അപ്പൊ വ്യാഴാഴ്ച ആയിരിക്കും ഈ ഒരു ഭാഗം. ഇത് ചെറിയൊരു കോമഡി ഭാഗമാണ് കേട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ അത്രമാത്രം കോമഡി ഫീൽ ചെയ്തില്ലെന്നേ ഉള്ളൂ. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.